പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ. ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ, മൂന്നാം സമ്മാനം ടെലിവിഷൻ, മിക്സി, ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും. പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 9744335592. 29 വർഷങ്ങൾക്ക് ശേഷം പഴയ 10ാം ക്ലാസ്സുകാരികളായി അവർ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ തിരിച്ചെത്തി. സഹപാഠികൾക്കും അധ്യാപകർക്കും ഒപ്പം ഓർമ്മകളും വിശേഷങ്ങളും പങ്കുവച്ച് അവർ ഒരു ദിനം അവിസ്മരണീയമാക്കി. ചിന്നിച്ചിതറിക്കിടന്നിരുന്ന സൗഹൃദങ്ങളെ ഒരു മാലയിലെ മുത്തുപോലെ കോർത്തിണക്കി മധുര സ്മരണകളുടെ തിരുമുറ്റത്ത് അവർ ഒത്തുകൂടി. ഒപ്പം ചേർത്ത് നിർത്തിയും ശാസിച്ചും നേർവഴിക്ക് നയിച്ച അധ്യാപകരും, പ്രായാധിക്യം വകവയ്ക്കാതെ പ്രധാന അധ്യാപിക ഉൾപ്പെടെയുള്ള അധ്യാപകരും തിരക്കുകളെല്ലാം മാറ്റിവെച്ച് സഹപാഠികളും എത്തിയതോടെ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ SSLC 1995 ബാച്ചിന്റെ പുനഃസംഗമം അവർക്ക് സമ്മാനിച്ചത് ജീവിതത്തിലെ മറക്കാനാകാത്ത ഒരു ദിനമായിരുന്നു. 10ാം ക്ലാസ്സുകാരിയുടെ പഴയ ഓർമ്മകളുമായി വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെത്തിയവരിൽ പലർക്കും മനസ്സിലേക്ക് ആദ്യമോടിയെത്തിയത് ശൂന്യതയായിരുന്നു. പഴയ ക്ലാസ് റൂമും ഓഫീസ് റൂമുമെല്ലാം ആധുനികതയിലേക്ക് വഴിമാറി മുഖം മിനുക്കി പുതിയ കെട്ടിടങ്ങളായെങ്കിലും അവരുടെ പഴയ ഓർമ്മകളെ മാറ്റാൻ ഈ മാറ്റങ്ങൾക്കൊന്നുമായില്ല. 1995 ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്ന സിനിരാജ്, ഷൈൻ PS, ഭാഗ്യലക്ഷ്മി എന്നിവരുടെ നേതൃത്വത്തിലാണ് വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് പുനഃസംഗമം സംഘടിപ്പിച്ചത്. 28 വർഷം കഴിഞ്ഞിട്ട് ഓരോരുത്തരെ കാണുമ്പോൾ എത്ര സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ, അത്രമാത്രം സന്തോഷമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സിന് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുത്തതിന് ടീച്ചേഴ്സിനെ നമ്മുടെ ചാലി ടീച്ചർ വന്നപ്പോൾ ശ്യാമ ടീച്ചറെ കണ്ടപ്പോൾ ഒരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പദ്മ ടീച്ചർ, ഓമ ടീച്ചർ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വന്നപ്പോൾ അവർക്കൊക്കെ തമ്മിൽ കാണുമ്പോൾ എന്തൊരു സന്തോഷം. അതേപോലെ തന്നെ നമുക്കും നമ്മുടെ ടീച്ചേഴ്സിനെ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വയ്യ. പക്ഷേ നമ്മൾ പല ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വരാനുള്ള ബുദ്ധിമുട്ടുകൾ, അതൊക്കെ മാറ്റി വെച്ച് നമ്മുടെ ഇവിടേക്ക് വന്ന നമ്മുടെ ടീച്ചേഴ്സിന് ഈ നിമിഷത്തിൽ ഒരുപാട് നന്ദി പറയും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു 28 വർഷമായി നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു റീയൂണിയൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട്. പിന്നെ ഇതേ കുറേ അകലേക്കുള്ളവരുണ്ട് അല്ലേ, എല്ലാവർക്കും നമ്മുടെ അടുത്തുള്ളവരൊന്നല്ല. കല്യാണം കഴിഞ്ഞ എല്ലാവരും 10, 18, 21 വയസ്സാകുമ്പോഴേക്കും നമ്മളെല്ലാവരും കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ട്. കോവിഡ് കാലത്തെ ഒറ്റപ്പെടലിൽ 3 പേർ ചേർന്ന് തുടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പാണ് മറ്റ് സഹപാഠികളെയും കണ്ടെത്തി ഒത്തുചേരലിന് വേദിയൊരുക്കിയത്. ബാച്ചിലെ 30ഓളം വിദ്യാർത്ഥികളും 6 അധ്യാപകരും സംഗമത്തിൽ പങ്കെടുത്തു. പ്രധാന അധ്യാപിക ശ്യാമള ടീച്ചർ, അധ്യാപകരായ ഓമന ടീച്ചർ, ശാന്ത ടീച്ചർ, ജാനകി ടീച്ചർ, പാത്തുമാബി ടീച്ചർ, ലക്ഷ്മി ദേവി ടീച്ചർ എന്നിവർ ചേർന്ന് വിളക്ക് തെളിയിച്ച് പുനഃസംഗമം ഉദ്ഘാടനം ചെയ്തു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട്. കാരണം എല്ലാവരും പറയുമ്പോൾ ഞാൻ ഒരു പാലിയേറ്റീവ് കെയറിൽ എൻ്റെ ഒരു കൂട്ടുകാരിയും കൊണ്ട് സ്ഥിരം പോകാറുണ്ട്. അവിടെ CMSLP റിട്ടയർ ചെയ്ത ഒരു അച്ഛമാണ്. അവർ പറഞ്ഞു, പെൺപിള്ളേരെ പഠിപ്പിച്ചിട്ടൊരു കാര്യമില്ല, ആൺപിള്ളേരെ പഠിപ്പിക്കുന്നതാണ് എനിക്കിഷ്ടം. അവർക്ക് 2 ആൺകുട്ടികളാണ്. അവരെപ്പോഴും എവിടെ വെച്ച് കണ്ടാലും വിഷയം കൂടി വന്ന് സംസാരിക്കും. പക്ഷെ പെൺപിള്ളേരെ പഠിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, അവർക്ക് പല കാര്യങ്ങളുണ്ട്. ആൺകുട്ടികളെ പോലെയല്ല പെൺകുട്ടികൾ. എപ്പോഴും അവരുടെ വീട്ടിൽ നിന്ന് പറിച്ച് മാറ്റപ്പെട്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ അത്ര ഇതാവാത്തത്. ഒന്നുകിൽ അവിടെ അവരുടെ കൂടെ ഉള്ളവർക്ക് അസൗകര്യം ഉണ്ടാക്കരുതെന്നോ ഒക്കെ വിചാരിച്ചിട്ട് അങ്ങനെയാണ്. കേക്ക് മുറിച്ച് മധുരം പങ്കുവയ്ക്കുകയും ചെയ്തു. തുടർന്ന് അധ്യാപകരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും തങ്ങളുടെ പഴയകാല ഓർമ്മകൾ പങ്കുവച്ചു. അങ്ങനെ 78 ഇവിടുത്തെ ഒരു ശ്രീദേവി ടീച്ചറെ അടച്ചത്. ഞങ്ങളന്ന് വീട് വാങ്ങിക്കാൻ കാരണം മൊത്തം 1 വയസ്സുകാരിക്കൊന്ന് 5 വയസ്സായി. സ്കൂളിൽ ചേർത്തിയപ്പോൾ ഇവിടെ 1 തൊട്ട് 10 വരെ ഉണ്ട്. ഇവിടെ കൊമ്പോട്ടിൽ സ്കൂളിൽ ചേർത്തിയപ്പോൾ അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ താഴെ 2 പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട് സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു വീട് വാങ്ങിച്ചു. അപ്പോൾ ശ്രീദേവി ടീച്ചറിൻ്റെ ഇവിടുത്തെ അച്ഛൻ ശ്രീദേവി ടീച്ചർ അപ്പോൾ സ്റ്റാഫ് മീറ്റിങ്ങിൽ അതിനൊപ്പത്തോളം പറഞ്ഞു. ഈ ടീച്ചർക്ക് ഞാൻ
അടുത്ത് വീട് വാങ്ങിച്ച് ശിക്ഷയിട്ട് 10ാം മാസം ചാർജ് തരാൻ പോകണം. അതൊരു 8ാം മാസം. അങ്ങനെ 10 F ചാർജ്, 78 മുതൽ 95 വരെ സംസ്കൃത ബാച്ചിൻ്റെ ചാർജ്, 17 കൊല്ലം. ആ മൂലയ്ക്കലൊരു ക്ലാസ് 17 കൊല്ലത്തിലെ അവസാനത്തെ ബാച്ചാണ്. ഗേൾസ് സ്കൂളിലേക്ക് 1995 ബാച്ചിലെ വിദ്യാർത്ഥികൾ ചേർന്ന് സ്പോൺസർ ചെയ്ത 3 ഫാനുകൾ സ്കൂൾ പ്രതിനിധി KK മജീദ് മാസ്റ്റർ ഏറ്റുവാങ്ങി. തുടർന്ന് കലാപരിപാടികൾ അവതരിപ്പിച്ചും ഭക്ഷണം കഴിച്ചും എല്ലാവരും സ്കൂളിൽ നിന്നും പടിയിറങ്ങി. PCB ന്യൂസ്, വടക്കാഞ്ചേരി.